ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിലേക്ക് സ്നേഹപൂർവ്വം വീണ്ടും നിങ്ങളെ ക്ഷണിക്കുന്നു. നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് വചനം നമുക്ക് നൽകുന്ന ഒരു സന്ദേശം തന്നെയാണ്. ദുഷ്പ്രേരണ നൽകുന്നവർക്ക് മിനിമം ശിക്ഷ എന്ന് പറയുന്നത് കഴുത്തിൽ തിരികല്ല. അത് ഏത് കാര്യത്തിലാണേലും ആരാണെന്ന് പറഞ്ഞെന്നാലും ദുഷ്പ്രേരണ നൽകുന്നവർക്ക് വചനം പറയുന്ന ഒരു ശിക്ഷ എന്ന് പറയുന്നത് കഴുത്തിൽ തിരികല്ല്. മത്തായി 18-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങളിൽ ദുഷ്പ്രേരണ നൽകുന്നത് ആരായാലും, അത് ആർക്കാണെങ്കിലും പ്രേരണ നൽകുന്നത് അതിനേക്കാൾ ഭേദം കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി കടലിൽ ചാടുന്നതാണ്. ഈ പാപം എത്ര ഗൗരവമുള്ളതാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. ഒരു സ്കൂളിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടെ കേട്ടൊരു കാര്യമാണ്, സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ ചില പാപപ്രവർത്തികൾക്ക് പരിശീലനം കൊടുക്കുന്നു. സ്വയംഭോഗം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതിന് ട്രെയിൻ ചെയ്യാം, അല്ലെ അവർക്ക് പരിശീലനം കൊടുക്കുന്നു. പാപപ്രവർത്തിക്കാണെന്ന് ഓർക്കണേ. സീനിയേഴ്സ് ജൂനിയേഴ്സിന് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വേറൊരു കോളേജിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടെ കേട്ടതാണ്, അവിടെയുള്ള ഒരു യുവതിയാണ് ആ കോളേജിലുള്ള ഒരുപാട് യുവജനങ്ങളെ പാപത്തിലേക്ക് നയിച്ചത്. അവൾക്ക് ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, പേരൻസ് വിദേശത്ത്, ഒരാളെ കൂട്ടും, കറങ്ങാൻ പോകും, എല്ലാ കാര്യങ്ങളും നടക്കും, തിരിച്ചു വരും, അവനെ വിടും, വീണ്ടും അടുത്തയാളെ പിടിക്കും. അങ്ങനെ ഒരുപാട് വ്യക്തികളെ അവള് പാപത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇതെല്ലാം ദുഷ്പ്രേരണ നൽകുന്നതല്ലേ? ഇതിനുള്ള ശിക്ഷ ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതിനേക്കാൾ ഭേദം, ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യുന്നതിനേക്കാൾ ഭേദം കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ ചാടുന്നതാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്ക് പല കാര്യത്തിൽ ദുഷ്പ്രേരണ നൽകാൻ പറ്റും, പല രീതിയിൽ. ചില കാണിച്ചായിരിക്കും ആത്മഹത്യക്ക് ദുഷ്പ്രേരണ നൽകുന്നവരുണ്ട്. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം പോയി മരിക്കുന്നതാണ്. നിനക്ക് എന്തുകൊണ്ട് മരിച്ചുകൂടാ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവർ. വേറെ ചിലർ അബോർഷന് പ്രേരണ നൽകുന്നവരുണ്ട്. അതൊരു ദുഷ്പ്രേരണയാണ്. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഈ അബോർഷൻ നടത്ത്, ഇത് നിനക്ക് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ നിന്നെ നയിക്കും എന്നൊക്കെ പറഞ്ഞ് ദുഷ്പ്രേരണ നൽകുന്നവർ. അവിഹിതത്തിന് ദുഷ്പ്രേരണ നൽകുന്നവരുണ്ട്. ഇതൊന്നും അത്ര വലിയ പാപമായിട്ട് കാണണ്ട എന്ന് പറഞ്ഞ് ദുഷ്പ്രേരണ നൽകുന്ന വ്യക്തികൾ. ഇതിലേതാണെന്ന് പറഞ്ഞാലും കുറ്റം ഗൗരവമുള്ളതാണ് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് അതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. വചന വെളിച്ചത്തിൽ ഒന്നാമത്തെ കാര്യം, നല്ലതും ചീത്തയും ഇതിലേത് വേണേലും ചെയ്യാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. നിയമാവർത്തന പുസ്തകം 30:15 വചനം, ഇതാ നിന്റെ മുമ്പിൽ നന്മയും തിന്മയും ഞാൻ വെച്ചിട്ടുണ്ട്, ജീവനും മരണവും വെച്ചിട്ടുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ദൈവം നമുക്ക് ആ ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്, സ്വാതന്ത്ര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഉത്തരവാദിത്വമുള്ളവരായിട്ട് നമ്മൾ മാറണം. ഈ ഫ്രീഡം അബ്യൂസ് ചെയ്താൽ അതിൻ്റെ പരിണതഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. റോമാ 8-ാം അധ്യായം 4-ാമത്തെ വചനം പറയുന്നുണ്ട്, വേണമെങ്കിൽ നിനക്ക് ജഡത്തിൽ ജീവിക്കാം, വേണമെങ്കിൽ നിനക്ക് ആത്മീയ ജീവിതം നയിക്കാം. ഇനി ഇതിലേത് തിരഞ്ഞെടുത്താലും അതിൻ്റെ റിസൾട്ട് നീ തിരിച്ചറിയണം. ജഡികരായി ജീവിച്ചാൽ നീ മരിക്കും, ജഡിക പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകും എന്നുള്ളത് 13-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഗലാത്യർ 6-ാം അധ്യായം 7 മുതൽ ഇതിനോടകം സുപരിചിതമായ ഒരു വചനഭാഗമാണ്. നീ ജഡത്തിനായി നട്ടാൽ ജഡത്തിൽ നിന്നും നാശം കൊയ്യേണ്ടി വരും, ആത്മാവിനായി നടുന്നവർക്കാണ് നിത്യജീവൻ കൊയ്തെടുക്കാൻ സാധിക്കുന്നത് എന്ന് ഈ വചനഭാഗവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നല്ലതിന് പ്രചോദനം കൊടുത്ത പല വ്യക്തികളെയും ബൈബിളിൽ നമുക്ക് കാണുന്നത്. ഞാൻ ഓർക്കുന്ന ഒരു അമ്മച്ചി, ഒരു വളരെ ശ്രദ്ധാപൂർവം അവർ വിശുദ്ധ കുർബാന തുടങ്ങിയാൽ കൈകൂപ്പി ആ കുർബാന തീരുന്നിടം വരെ കുർബാനയിൽ മുഴുകി ബലിയർപ്പിക്കും. അവർ പറഞ്ഞൊരു കാര്യം, ഞാനിങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് ഒരിക്കൽ ഞാൻ മദർ തെരേസ ഹൈദരാബാദിൽ വന്നപ്പോൾ ബലിയിൽ പങ്കെടുക്കുന്നത് ഞാൻ കണ്ടു. അതിനുശേഷമാണ് ഇപ്രകാരം ബലിയിൽ മുഴുകാൻ എനിക്ക് സാധിക്കുന്നത് എന്ന്. അപ്പം നല്ലതിന് പ്രചോദനം കൊടുത്ത ഒരു വ്യക്തിയായിട്ട് അവിടെ മദർ തെരേസയെ നമുക്ക് കാണാൻ പറ്റും. 2 മക്കബായർ 6-ാം അധ്യായവും 7-ാം അധ്യായവും. 6-ാം അധ്യായത്തിൽ ഏലയാസർ നല്ല പ്രചോദനം നൽകിയ ഒരു വ്യക്തിയായിട്ട് അവിടെ കാണാൻ പറ്റും. അതിനവൻ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോലും റെഡിയാണ്, രക്തസാക്ഷിയാകാൻ ഞാൻ റെഡിയാണ്, ഒരു ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ല മാതൃക നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ വിധവയും 7 മക്കളും ഇത് തന്നെയാണ് ചെയ്തത്. മരണം ഏറ്റെടുത്തുകൊണ്ട് പോലും അവര് നല്ലതിന് പ്രചോദനം നൽകുന്നവരായിട്ട് മാറിയിരിക്കുന്നത് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. യൂദിത്ത് 8-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ 23-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ യൂദിത്ത് ജനത്തിന് കൊടുക്കുന്ന ഒരു നല്ല ഉപദേശം അവിടെ കാണാൻ പറ്റും. അടിമത്തം നമുക്ക് ഗുണപ്പെടുത്തില്ല. ഇപ്പോഴത്തെ താൽക്കാലികമായിട്ടുള്ള ഈ വിഷമം, വെള്ളമില്ലായ്മ, ഭക്ഷണമില്ലായ്മ, ഇത് കണ്ട് നമ്മൾ അടിമകളാകുന്നത് അത് ശരിയല്ല, അത് നമുക്ക് ഗുണപ്പെടുത്തില്ല. നമുക്ക് അല്പം കൂടി സഹിച്ച് ക്ഷമിച്ച് മുമ്പോട്ട് പോകാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവം ഇതിനോട് പരിഹാരം കാണിച്ചു തരും എന്ന് പറഞ്ഞ് പ്രചോദനം നൽകുന്ന യൂദിത്തിനെ നമുക്ക് ഈ 8-ാം അധ്യായം 23 മുതൽ വായിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായത്തിൽ സ്തെഫാനോസിനെ നമ്മൾ കാണുന്നുണ്ട്. അവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സാഹചര്യത്തിലും അവന്
മരണവക്കിൽ എത്തി നിന്ന സാഹചര്യത്തിലും തന്നെ എറിഞ്ഞവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം അത് കണ്ട ഒരു വ്യക്തിയാണ് സാവൂൾ. അവന്റെ മാനസാന്തരത്തിന് ഇത് കാരണമായി എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെല്ലാം നല്ല പ്രചോദനം മറ്റുള്ളവർക്ക് നൽകിയ വ്യക്തികളാണ്. നമുക്ക് കാണാൻ സാധിക്കും ചീത്ത പ്രചോദനം നൽകിയവരുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന അവരെ കുറിച്ചാണ്. ദാനിയേൽ 13-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ 2 ശ്രേഷ്ഠന്മാര് സൂസന്നായെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത് ചീത്ത പ്രവർത്തി, തെറ്റായ കാര്യത്തിന് പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്ന അത് അവസാനം നടക്കിയാലെന്ന് കണ്ടപ്പോൾ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ആ ശ്രേഷ്ഠന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അവർ ചെയ്തത് തെറ്റായ കാര്യത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 18 മുതൽ വായിക്കുമ്പോൾ ശിമയോൻ എന്നൊരു വ്യക്തി പത്രോസിന്റെ അടുത്ത് വന്നിട്ട് അവൻ പറഞ്ഞൊരു കാര്യം, ഞാൻ നിനക്ക് പണം തരാം, എനിക്ക് വരം തരാമോ? നീ ചെയ്യുമ്പോഴൊക്കെ ചെയ്യാനുള്ള വരം അതെനിക്കൂടെ തരിക, നിനക്ക് ഞാൻ പണം തരാം. തെറ്റായ കാര്യത്തിന് പ്രചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന ഒരു രംഗമാണ് അവിടെ നമ്മൾ കാണുക. 1 രാജാക്കന്മാർ 13-ാം അധ്യായം ജെറൊബോവാം ചെയ്തൊരു കാര്യം, 2 ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ട് അവന് ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ജെറൂസലേമിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ആരാധിക്കാനുള്ള ദൈവം ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് വിഗ്രഹാരാധനയിലേക്ക് അവരെ നയിക്കുന്ന, തെറ്റായ കാര്യത്തിന് പ്രേരിപ്പിക്കുന്ന രാജാവിനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. അവസാനമായിട്ട് സൽകീർത്തിയും ദുഷ്കീർത്തിയും നിന്റെ മുമ്പിലുണ്ട് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം. നമുക്കിതിൽ ഏതിനു വേണേലും നിലകൊള്ളാൻ പറ്റും, ഇതിലേതിനു വേണ്ടിയും നമുക്ക് നിലകൊള്ളാൻ സാധിക്കും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. സുഭാഷിതങ്ങൾ 22 1-ാമത്തെ വചനം പറയുന്നുണ്ട്, സൽകീർത്തി അളവറ്റ സമ്പത്തിനേക്കാൾ വിലയുള്ള ഒരു കാര്യമാണ്. എന്നാൽ പ്രഭാഷകൻ 6:1 വായിച്ചാൽ അവിടെ ഈ ദുഷ്കീർത്തിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിന്ദയും അപമാനവും ഉളവാക്കും. നമ്മൾ സൽകീർത്തി ലക്ഷ്യമാക്കി ജീവിക്കേണ്ടവരാണ്. അതിനുവേണ്ട പ്രചോദനത്തിനായിട്ട് നമുക്ക് ഈ പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരെ പാപത്തിന് പ്രേരിപ്പിക്കുന്ന സ്വഭാവമുള്ള വ്യക്തികളുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും എന്നരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അങ്ങാണെന്നും അങ്ങിലാണെന്നും യേശുവേ നാഥ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച വചന വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതം നവീകരിക്കാനും പുനരാരംഭിക്കാനും ഞങ്ങൾക്ക് വരമരുളണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാക്കണമേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുത്ത് അതെല്ലാം നിറവേറ്റി തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.